എക്സാം നമ്മൾ ഒന്നും കൂടി എഴുതുന്നു. ഇംഗ്ലീഷ് പരീക്ഷയാണ് വരുന്നുള്ളത്. 23-ന് ഹിന്ദി പരീക്ഷയും 24-ന് മാത്സ് പരീക്ഷയാണ് വരുന്നുള്ളത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കുറേ ആൾക്കാരുടെ കമൻസും നിർദ്ദേശമൊക്കെ പ്രകാരം നമ്മൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചലഞ്ച് FS എന്നാണ് ഞാനിതിന് പേരിട്ടുള്ളത്. കാരണം ഈ ഒരു ചലഞ്ച് ഉറച്ചൊന്ന് പ്രത്യേകതയാണ്. ഇതുവരെ ആരും ചെയ്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാണ്. ഇതെന്തായാലും ഉപകാരപ്പെടും. നിങ്ങളിത് അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും ഇത് ഉപകാരപ്പെടുമായിരിക്കും. ഞാനപ്പോൾ ആ ഒരു ചാലഞ്ചായിട്ടാണ് വന്നിട്ടുള്ളത്. ചാലഞ്ച് എന്താണെന്ന് ഞാനിവിടെ പറയാം. ഈ ഒരു ക്രിസ്മസ് ലീവിൽ നമ്മൾ 22 മുതൽ 30 വരെയാണ് നമുക്ക് ലീവ്. അതായത് 22 മുതൽ 30 വരെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നുള്ളത്. നമുക്ക് ഓൾമോസ്റ്റ് 21 മുതലാണ് നമുക്ക് ലീവ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. 20 മുതൽ സ്കൂൾ അടച്ചിട്ടുണ്ട്. എനിക്ക് ഏകദേശം സ്കൂളിൽ അങ്ങനെയാണ്. അപ്പോൾ 22 മുതലാണ് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. 30 വരെയാണ് നമ്മുടെ ഈ ഒരു ചാലഞ്ച് FS എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാലഞ്ച് നടക്കാൻ പോകുന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചാലഞ്ച് എന്താണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് വിവരിച്ച് തരാം. അപ്പോൾ ഈ ഒരു ചാലഞ്ച് വരുന്നുള്ളത് 22 മുതൽ 30, അതായത് ഡിസംബർ 22 മുതൽ 30 വരെയാണ് ഈ ഒരു ചാലഞ്ച് നടക്കുന്നുള്ളത്. അതായത് 8 ദിവസത്തിൽ നമുക്ക് 25 ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് ഈ ഒരു ചാലഞ്ച് ഇല്ല. അപ്പോൾ ഈ ഒരു ചാലഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മുടെ ഇതുവരെ നടന്ന ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും എക്സാം നമ്മൾ ഒന്നും കൂടി എഴുതും. ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം 22 എടുക്കാം. 22-ന് നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷയാണ് നമ്മുടെ ടൈം ടേബിളിൽ ഞാൻ റെഡിയാക്കിയിട്ടുള്ളത്. ഇംഗ്ലീഷ് പരീക്ഷ നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ ക്വസ്റ്റ്യൻ എടുക്കും. അതായത് 2018-ന് മുൻപുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത്യാവശ്യം ടഫായിട്ടുള്ളത് എന്നാണ് നമുക്ക് സൈലമൊക്കെ നോക്കുമ്പോൾ എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2018-ന് മുൻപുള്ള ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ എടുക്കും. അതിനുശേഷം നമ്മളത് ഫസ്റ്റ് ടേമിൻ്റെ ഒരു ഇംഗ്ലീഷ് എക്സാമും അതിനുശേഷം 2018-ന് മുൻപ് നടന്ന സെക്കൻഡ് ടേമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നമ്മൾ ഒരു ദിവസം എഴുതും. അതായത് ഒരു ദിവസം ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ 2 പരീക്ഷയാണ് നമുക്ക് നടക്കാൻ പോകുന്നുള്ളത്. നിങ്ങൾക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്തായാലും ടൈം ടേബിൾ ഒന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 22/12/2024, അതായത് 22-ന് നമുക്ക് ഇംഗ്ലീഷ് പരീക്ഷയാണ് വരുന്നുള്ളത്. 23-ന് ഹിന്ദി പരീക്ഷയും 24-ന് മാത്സ് പരീക്ഷയാണ് വരുന്നുള്ളത്. അപ്പം കിട്ടിയില്ലേ? ഞാനിവിടെ ടൈം ടേബിൾ ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. പിന്നീട് 26, അതായത് 25-ന് നമുക്ക് പരീക്ഷയില്ല, ക്രിസ്മസ് ആണ്, നമുക്ക് അടിച്ചു പൊളിക്കേണ്ട ദിവസമാണ്. എന്തായാലും നമുക്ക് ഈ ലീവ് മുഴുവൻ അടിച്ചു പൊളിക്കാനുള്ള ദിവസമാണ്. അപ്പോൾ ലീവ് മുഴുവൻ നമ്മൾ എൻജോയ് ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷെ നമ്മൾ 10th-ലാണ്. നമ്മളതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ മുമ്പേ തുടങ്ങുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ്. അപ്പോൾ 26-ന് നമുക്ക് ബയോളജിയും ഫിസിക്സും ആണ് പരീക്ഷ വരുന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് 25-ന് ലീവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 പരീക്ഷയൊക്കെ പഠിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ബയോളജിയും ഫിസിക്സും ആണ് 26-ന് വരുന്നുള്ളത്. പിന്നീട് 27-ന് മലയാളം ഫസ്റ്റ്, പിന്നീട് 28-ന് മലയാളം സെക്കൻഡ്. ഇത് നിങ്ങളുടെ ലാംഗ്വേജ് അനുസരിച്ച് നിങ്ങൾ മാറ്റാം കേട്ടോ. അതെനിക്കറിയില്ല. നിങ്ങൾ ചിലപ്പോൾ ഉറുദു ആയിരിക്കും, അറബിക്കായിരിക്കും, അങ്ങനെയല്ലേ. അപ്പോൾ അത് എനിക്കറിയില്ല. അത് നിങ്ങളുടെ അനുസരിച്ച് മാറ്റാം. പിന്നീട് 29-ന് കെമിസ്ട്രി എക്സാമാണ്. 30-ന് സോഷ്യൽ സയൻസ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടേമിൻ്റെ ചാപ്റ്റേഴ്സും പഠിക്കാനുണ്ട്, സെക്കൻഡ് ടേമിൻ്റെ ചാപ്റ്റേഴ്സും നമ്മൾ പഠിക്കാനുണ്ട്. ഇനി ഇതെപ്പോൾ പഠിക്കും? ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നുള്ളത്. എപ്പോൾ പഠിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാമിന് തൊട്ട് മുമ്പുള്ള ഡേ ബിഫോർ എക്സാം, മനസ്സിലായല്ലോ? നമ്മൾ എക്സാമിന് പോകുന്നതിനെ കാട്ടുമ്പോൾ തലേദിവസം പഠിക്കുന്നത് പോലെ തന്നെയാണിത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഞാനിവിടെയും ഒരു പ്ലാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ നിങ്ങൾക്ക് തന്നെ എക്സാം എഴുതുന്ന ദിവസം നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം, ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാം. ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും നിങ്ങൾ ആ ദിവസം എഴുതേണ്ട സബ്ജക്റ്റിൻ്റെ 2 ക്വസ്റ്റ്യൻസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ ഗൂഗിൾ ഡ്രൈവിൽ നിന്നോ എവിടെയെങ്കിലും ലിങ്ക് ചെയ്യാം, PDF-ൻ്റെ ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്യാം. ആ ദിവസം രാവിലെ 6 മണിക്കായിരിക്കും, രാവിലെ 6 AM-നായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ആവുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ദിവസം എപ്പോൾ വേണമെങ്കിലും ആ എക്സാം എഴുതുക. കഴിയുന്നത്രയും രാവിലെ എഴുതിയാൽ പിന്നെ നിങ്ങൾ അത്രയും സമയം ഫ്രീ ആയിരിക്കും. അപ്പം ഞാൻ ഈ ഒരു ടൈം ടേബിൾ പറഞ്ഞില്ലേ, അപ്പം ഒരു ദിവസം 2 എക്സാമാണ് ഉണ്ടാവുക. അപ്പോൾ സ്റ്റഡി ഓൾ ദ സബ്ജക്ട് ബിഫോർ ദ എക്സാം ഡേറ്റ്. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ തലേദിവസം നമ്മൾ പഠിക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു ചാലഞ്ച്. അപ്പം ഈ ഒരു ചാലഞ്ച് നിങ്ങളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ചെയ്താൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരാൾ മതി, നമുക്ക് മിനിമം ഒരാളെങ്കിലും മതി നമുക്ക് ഈ ഒരു ചാലഞ്ച് മുന്നോട്ട് പോകാൻ. അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാലഞ്ചിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നീട്
ഈ ഒരു ചാലഞ്ചസ് നമ്മുടെ ക്രിസ്മസ് ലീവിൻ്റെ വെക്കേഷൻ ലീവിൻ്റെ ചാലഞ്ചസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല. നമുക്ക് ഇനിയൊരു ചാലഞ്ചും കൂടി വരാണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി സ്റ്റേ ട്യൂൺ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒക്കെ പഠിക്കുന്ന 10th ഫ്രണ്ട്സിനും കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്താൽ അവർക്കും കൂടി നമ്മുടെ എക്സാമിന് ഒന്നിച്ച് എഴുതാം. അവർക്കും കൂടി നമ്മുടെ പബ്ലിക് എക്സാമിൽ ഫുൾ A+ ലഭിക്കട്ടെ. അപ്പം നിങ്ങളുടെ ഈ എക്സാമിൻ്റെ മാർക്സൊക്കെ എങ്ങനെയാണ് അറിയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എക്സാം എഴുതിയില്ലേ, നിങ്ങൾ എക്സാം എഴുതിയതിന് ശേഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അല്ലെങ്കിൽ ആൻസർ കീ ഡിസ്കഷൻ എന്ന് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം. ഓരോ ദിവസവും നിങ്ങൾ എഴുതിയ ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ഒന്നുകിൽ വേണമെങ്കിൽ ടെക്സ്റ്റ് നോക്കി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകുന്ന ആ വീഡിയോസ് നോക്കി നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പം ഈ ഒരു ചാലഞ്ച് ഇത്രയാണ്. നമ്മുടെ ഈ ഒരു 7 ദിവസം ക്രിസ്മസ് ലീവ് കൂടാതെ, ക്രിസ്മസിൻ്റെ ഡേ കൂടാതെ 7 ദിവസം നമ്മൾ 8 എക്സാംസ് ആണ് നമ്മൾ നടത്തുന്നുള്ളത്. അപ്പം ഈ ഒരു ചാലഞ്ച് എന്തായാലും എല്ലാവർക്കും ഉപകാരപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉപകാരപ്പെടട്ടെ. അപ്പം ഇതാണ് ഈ ഒരു ചാലഞ്ച്. ഞാൻ ഈ ഒരു ചാലഞ്ച് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇറ്റ്സ് മീ അഭിനവ്.